ഹലോ ഗൈസ്, അങ്ങനെ അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. ഇന്ന് എന്താണെന്നറിയാം, ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. കാര്യം ഇന്നൊരാളുടെ ബർത്ത്ഡേ ആണ് ഗൈസ്. അതുകൊണ്ട് നമ്മൾ ഇന്നൊരു സർപ്രൈസ് കൊടുക്കാൻ പോവാ. ആശിഷ് മോൻ, നമ്മൾ ഇന്നൊരു സർപ്രൈസ് കൊടുക്കാൻ പോവാ ഗൈസ്. ചില്ലാക്കുക, അത്രേ ഉള്ളൂ, ചില്ലാക്കുക. ഇന്ന് ഒരുത്തനെ ഇന്നും സർപ്രൈസ് ചെയ്ത് നമ്മൾ ഇനി ഇല്ലാണ്ടാക്കും ഗൈസ്. ഒരാളുടെ ബർത്ത്ഡേ ആണ്, ആ പുള്ളി അകത്ത് നിന്ന് ജോലി ചെയ്തോണ്ടിരിക്കുക. അത് ഇങ്ങനെയുള്ള ഫ്രണ്ട്സിനെ കിട്ടുമോ ഗൈസ്? അല്ലേ, നമ്മുടെ മുഖത്ത് അവൻ എന്തായാലും അറിയും. അതൊക്കെ അത്രേ ഉള്ളൂ. നമ്മൾ ചെയ്യാൻ പോവാം. നമുക്കിപ്പോ അവൻ എന്ത് ചെയ്യണേന്ന് കാണിച്ചില്ല. നമുക്ക് എന്തായാലും ചെന്ന് നോക്കി നോക്കി എന്താ അവ ചെയ്യണേന്ന് അറിയാലോ. ഞാനില്ലാതെ പിന്നെ നമുക്ക് വ്ളോഗ് എടുക്കാൻ താങ്കളുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് എപ്പോഴും ആണെങ്കിലും വ്ളോഗ് എടുക്കാം. എന്റെ സബ്സ്ക്രൈബേഴ്സിന് ഞാൻ വ്ളോഗ് എടുക്കുന്ന കുറച്ചുകൂടി അതാ താങ്കളുടെ ആവശ്യം. ഒറ്റ മടിയാറുള്ള വ്ളോഗ് ഇത്ര ഇല്ലായിരുന്നു. ഞാൻ മടി ഉണ്ടാക്കാറില്ല ശരിക്കും. എന്റെ മുഖം കണ്ടിട്ട് നിങ്ങൾക്ക് മടി ഉണ്ടാക്കുമെന്ന് തോന്നുന്നുണ്ടോ? മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടോ എന്തിരുന്ന്? ഞാനൊരു നിഷ്കളങ്കനാണ്. നിഷ്കളങ്കൻ, സന്മനസ്സുള്ള ഒരു മനുഷ്യനാണെന്ന് എന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. മോഹം വലിച്ച് ഇതിനെ കാണാം. അതിപ്പോ ആക്ച്വലി ഇത് എന്താ കണ്ടന്റ് ജസ്റ്റ് വ്ളോഗിങ് മാത്രം. ഡെയിലി വ്ളോഗ്, വേറെ ഒന്നുമില്ല. അല്ലേ ഗൈസ്, ജസ്റ്റ് വ്ളോഗിങ് മാത്രം. അങ്ങനെ നമ്മൾ പ്ലാൻ വന്നിട്ട് കുട്ടപ്പൻ എന്തായാലും ഇപ്പൊ മുടി വെട്ടാൻ പോകും. ആ മുടി വെട്ടാൻ പോകുന്ന സമയത്ത് നമ്മൾ എന്തായാലും കയറി കേക്ക് വാങ്ങാൻ പ്ലാൻ. അത്രേ ഉള്ളൂ. നമുക്ക് അവിടെ വെച്ച് കാണാം. ഓക്കെ, ബൈ. അങ്ങനെ ഗൈസ്, കേക്ക് വാങ്ങാൻ വന്നിരിക്കുക. കുട്ടപ്പൻ കേട്ടാൻ പോയിരിക്കുക. സോ നമ്മൾ പൈസ കേക്ക് വാങ്ങിക്കുക. ജസ്റ്റ് ബലൂണ് സംതിങ് ഒക്കെ വാങ്ങിച്ച് സെറ്റാക്കാം. പൊളിക്കും ഗൈസ്, പൊളിച്ചടുക്കും. ഏത് വാങ്ങുമെന്നാ ഒരു ഡൗട്ട്. ഏതാ വാങ്ങുന്നതെന്ന് മനസ്സിലാവും. പൈസ അങ്ങനെ നമ്മള് കേക്ക് വാങ്ങിച്ചു. കേക്കും പല സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. സെറ്റായി. ചെറുക്കൻ കേക്ക് ഞാൻ എന്ത് പറയാൻ, അല്ലെങ്കിൽ 100 നാവാണ് ഗൈസ്. ഇന്നാണെങ്കിൽ അതിനൊന്നുമില്ല. എന്തുവാ അങ്ങനെ തകർക്കണം. തകർക്കാനുള്ള പരിപാടി ചിന്തിക്കുക. നമുക്ക് മറ്റു സംഭവം വെച്ചല്ലോ. അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇവിടെ ഉണ്ട് ഗൈസ്. നമ്മൾ എന്തായാലും ഇത് പൊളിക്കും. എന്നെ കൊണ്ട് പറ്റും. ഞാൻ ഒരു പൊട്ടനല്ലെന്ന് എന്തായാലും കാണിച്ചിട്ട് ഇറങ്ങുള്ളൂ ഗൈസ്, ഉറപ്പാണ്. ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ വീടെത്തിയിട്ടുണ്ട് ഗൈസ്. ഇനിയിപ്പോ കുട്ടപ്പ ഇപ്പൊ കുളിക്കാൻ കയറും. സോ ആ സമയത്ത് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ സെറ്റ് ചെയ്യാനാണ് പ്ലാൻ വന്നിരിക്കുന്നത്. അല്ലടാ, പിന്നല്ല സെറ്റാക്കാം. അതൊക്കെ പറയാ സെറ്റാക്കുന്നുണ്ട് ഗൈസ്. നമ്മൾ ഇതാണ് കുറച്ചും കൂടെ നമ്മളുടെ വീട്. നമ്മള് ഇന്ന് സെറ്റാക്കുന്നുണ്ട്. കുട്ടപ്പന്റെ പിറന്നാൾ അടിപൊളിയായി ഞങ്ങൾ ആഘോഷിക്കുന്നതാണ്. സദയം എല്ലാരെയും ക്ഷണിച്ചു കൊള്ളുന്നു. ബൈ ദ ബൈ. കഷ്ടപ്പാടാണ് ഗൈസ്. എന്താണ് പിന്നെ ഞാൻ ഉത്തരവാദിത്തമുള്ള ചെറുക്കനായത് കൊണ്ട് കുഴപ്പമില്ല, സഹിക്കണം. ധാരികളെ കാണണ്ടാന്ന്. ഇതൊക്കെ കഷ്ടപ്പാടല്ലേ അശ്വരി? പിന്നെ അല്ല നമ്മളെ കൂട്ടുകാരന്റെ പിറന്നാളായതുകൊണ്ട് മാത്രം ഞാൻ ഇതിലെ സഹിക്കുന്നു. സോ ഗുഡ്. വന്നിട്ട് വേണം ചീഞ്ഞ മുട്ട തലക്കടിയ തലക്കൊക്കെ വേണം മോനെ. നിന്റെ വായിക്കാത്തായിരിക്കും ആദ്യം അടിച്ചു കയറ്റണം. അതോ വർഷത്തിൽ ഒരു തവണ വരുന്നില്ല. പിന്നെ 10 തവണ 10 തവണ വരാൻ പറ്റും. ചിറകുകൾ മുളയ്ക്കുവാൻ
നമ്മൾ സെറ്റ് ചെയ്ത് ഞാൻ സെറ്റ് ചെയ്തിരിക്കും ഗായ്സ്. എന്റെ ഈ ചെറുക്കൻ്റെ പ്രയത്നം. ഹായ് ഗായ്സ്, അങ്ങനെ ഞങ്ങൾ ബലൂൺ പെരിപ്പിച്ചു ഗായ്സ്. ബലൂൺ എങ്ങനെയുണ്ട് ഗായ്സ് സെറ്റപ്പ്? കിടിലോ അല്ലേ? വിചാരിച്ച നടക്കാത്തായിട്ട് എന്തെങ്കിലും ഉണ്ടാ? സെല്ലോ ടാപ്പ് ഉണ്ടായി സെറ്റാക്കാൻ. സെല്ലോ ടാപ്പ് വാങ്ങാൻ മറന്നു ഗായ്സ്. മെയിൻ സാധനം മനസ്സില്ല. അത് ഇവനെ പോലുള്ള കൊണ്ടുവന്നാൽ ഇതേപോലുള്ള കാര്യങ്ങൾ നടക്കും. ജസ്റ്റ് ഒരു ബലൂൺ നോട്ട് ചെയ്താ. ഞാൻ പേടിച്ചില്ല കേട്ടാ. ധൈര്യമുള്ള ഞാൻ ധൈര്യം. കൊള്ളാടാ സെറ്റ്. എങ്ങനെയുണ്ട് ഗൈസ് ഞങ്ങളുടെ തന്ത്രപ്പണികൾ? എന്നാ ഇതിനെ ഒരു സൈഡും കൂടി പിന്നെ നോക്കും. പറ്റിക്കണം. എല്ലാരും പറ്റിച്ചോണ്ടിരിക്കുക. എത്ര എനിക്ക് വീഡിയോ എടുക്കാനല്ലേ അറിയുമോ? കെട്ടാൻ അറിയത്തില്ലല്ലോ. ഡെഡിക്കേറ്റഡ് പേഴ്സൺ. ഞങ്ങളങ്ങനെ ഒരു പരമാവധി ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ സെറ്റ് ആക്കിയിട്ടുണ്ട് ഗായ്സ്. അപ്പൊ നമ്മള് എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. കുട്ടപ്പ അകത്തിരിക്കുക. നമുക്കൊന്ന് ജസ്റ്റ് പോയി വിളിച്ചിട്ട് റിയാക്ഷൻ എന്താണെന്ന് നമുക്ക് സെറ്റ് ആക്കാം. ഓക്കെ, സെറ്റല്ലേ? ഹലോ ലോകേഷ്. വ്ലോഗാണ്. വാ എഴുച്ചു വാ. കഴിക്കാൻ വാ. മുഖത്തൊക്കെ ഓരോ കള്ള ലക്ഷണം. മാഗി കിട്ടി. സോറി ഗൈസ്, ക്യാമറമാൻ ഷേക്കിംഗ്. കമോൺ വാ. ഒന്നുമില്ല, വാ കഴിച്ചു വാ. എന്തോ ഒരു വെട്ടമൊക്കെ കാണുന്നില്ല സഹോദരൻ. നമ്മളെ കൊണ്ട് തന്നെ പറ്റുള്ള സെറ്റ് ആക്കിയിരിക്കും. നമസ്കാരം. പ്രാർത്ഥിക്കണം. അല്ല ഹാപ്പി ബർത്ത്ഡേ പ്രാർത്ഥിച്ചിട്ടില്ലേ? ഹാപ്പി ബർത്ത്ഡേ പാടാനുള്ള ഏത് പാട്ട്? ക്രിസ്ത്യൻ പാട്ട്. കട്ടാൻ പാട്ട്. ഏതെങ്കിലും പാട്ട്. എല്ലാവരും ഒരുമിച്ച് വ്യക്തിയെ പ്രവൃത്തികൾ അന്യങ്ങളോട് ചലിക്കട്ടെ. ആദ്യമായും ഭൗതികമായും അത്ഭുതകരം ചലിക്കട്ടെ. അടുത്ത നിലവാരത്തിലേക്ക് അവർ ഉയരട്ടെ. കർത്താവെ അവരുടെ ആഗ്രഹങ്ങൾക്ക് തരം എപ്പോഴും ചലിക്കട്ടെ. കർത്താവെ അവർ ചെയ്ത ജോലിയിലൊക്കെയും കൂടെ ഇരിക്കട്ടെ. അവിടെ ഒരു വർഷനം ഉണ്ടാകട്ടെ. കർത്താവെ ഈ വർഷം കർത്താവെ ഞങ്ങൾ കേട്ടതുപോലെ ആ സാന്നിധ്യവും സമാധാനവും അവരുടെ
അതിന്റെ അപ്പൊ ആ ഡയറ്റിൽ ഉണ്ടാകട്ടെ ശുഭ. നന്ദി കർത്താവേ, കൃപ അതിന്റെ ചലിക്കട്ടെ ശുഭ. അവനൊരു ബ്ലെസ്സിംഗ് ആയി മാറട്ടെ അപ്പൊ. അവൻ ആ കടയ്ക്ക് ബ്ലെസ്സിംഗ് ആയി മാറട്ടെ അപ്പൊ. അവൻ ചെല്ലുന്നിടത്തൊക്കെ ഒരു ബ്ലെസ്സിംഗ് ആയി മാറട്ടെ ശുഭ. കർത്താവെ കർത്താവെ അവർ ചെല്ലുന്നിടത്തൊക്കെ കർത്താവിന്റെ സാന്നിധ്യം നിറയട്ടെ ശുഭ. കർത്താവെ ആ കുറയുന്ന വർഷമായി മാറട്ടെ ശുഭ. ബ്ലെസ്സിങ്ങിന്റെ വർഷമായി മാറട്ടെ ശുഭ. തൊട്ടുതൊക്കെ അനുഗ്രഹമായി മാറട്ടെ ശുഭ. കർത്താവെ ഞങ്ങൾ ചേർന്ന് അനുഗ്രഹിക്കുകയും ശുഭ. നിന്റെ നാമത്തിൽ തന്നെ ഞങ്ങൾ ഇനി ഹാപ്പി ബർത്ത്ഡേ വെക്കണം പിന്നെ അത് വെക്കാതെ പിന്നെ തലയിൽ ചോദിക്കാൻ ഹാപ്പി ബർത്ത്ഡേ ടു യു. Happy birthday. എനിക്കല്ല കഴിയും ഇത് നിങ്ങൾക്ക് ഇവിടെ ചെറുതായിട്ടും ഓരോ ബൈറ്റ് കഴിച്ച എനിക്കല്ല കൊള്ളാം. ആർക്കും കേൾക്കുന്നില്ല. എന്താണ് ഈ 23-ന്റെ നിമിഷത്തിൽ താങ്കൾക്ക് പറയാനുള്ളത്? നന്ദി, നമസ്കാരം. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ പ്രിയ സുഹൃത്തും നമ്മുടെ ഷോപ്പിന്റെ മാനേജറുമായ ഇങ്ങോട്ട് ശ്രദ്ധിക്കും പ്രസംഗം എല്ലാരും ഉണ്ടായിരിക്കണം. അങ്ങനെ നമ്മുടെ സുഹൃത്തുമായ അമലും നമ്മുടെ ഷോപ്പിന്റെ മാനേജറുമായ പറയടാ നമ്മുടെ സുഹൃത്തായ അമലിന്റെ 23-ാം പിറന്നാളനുബന്ധിച്ച് നമ്മള് കേക്ക് ഒരെണ്ണം കട്ട് ചെയ്ത് മുറിച്ച് തിന്നു. എന്റെ വ്യക്തിപരമായ പേരിലും എന്റെ കമ്പനിയുടെ പേരിലും ഞാൻ സന്തോഷപൂർണമായി നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നന്ദിയല്ല, ഞാൻ ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നു. 23-ാമത്തെ വയസ്സിലും ഒരു പെണ്ണെ കെട്ടട്ടെ എന്ന് എന്റെ എളിമയായ മനസ്സോടെ ഞാൻ അറിയിച്ചു കൊള്ളുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എളിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാനിവിടെ രേഖപ്പെടുത്തുന്ന അമൽ എസ് എന്ന് പറയുന്ന കുട്ടപ്പള്ളി പിന്നല്ല 23-ാം വയസ്സിന്റെ പാർട്ടിയോടനുബന്ധിച്ച് ഞങ്ങൾ രണ്ടുപേരും വോട്ട് ചെയ്ത് വിജയിക്കുക. ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ കമ്പനിയുടെ പേരുമായി ഹാപ്പി ബർത്ത്ഡേ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. 23-ാമത്തെ വയസ്സിലും ഇത്രയും ചുറുചുറുപ്പോടെയും ആത്മാർത്ഥതയോടെയും വർക്ക് ചെയ്യുന്ന ദൈവത്തോട് വിശ്വാസം. അതെ വർക്ക് ചെയ്യുന്ന തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കുമ്പോയ അതെ നമ്മുടെ കൊല്ലാമ മുപ്പായിരിക്കും നമ്മുടെ ജീവന് തുടുപ്പ് സമർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ നിർത്തുകയാണ്. സുഹൃത്തുക്കളെ, നിർത്തുകയാണ്. ബർത്ത്ഡേ കേക്ക് മുറിച്ചു എല്ലാം കഴിഞ്ഞു. സോ ഇനി ഞാൻ അവന്മാർക്ക് ചെലവ് നടത്തണം പോയി. സാധാരണ അങ്ങനെയാണ് നാട്ടു നടപ്പ് അല്ലേ? പക്ഷെ ഇവിടെ നാടും നടക്കുന്നില്ല, മനുഷ്യനും നടക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ തന്നെ നടക്കാൻ തീരുമാനിച്ചു. അതെ, പക്ഷെ അറിയില്ലേ എന്റെ പൊന്നടാ. ഞാൻ അവന്മാർക്ക് പൊറോട്ടയും ബീഫ് മേടിച്ചു കൊടുക്കാൻ പറഞ്ഞു. സന്തോഷായില്ലേ? പക്ഷെ ചമ്മന്തി ദോശയിൽ ഒതുക്കും.
അത് നമ്മൾ പുറത്തു പറയാൻ പാടില്ല, പക്ഷെ പറയുമ്പോ വളർത്തിയ ബീഫ് എന്തായാലും പോയിട്ട് വരാം guys. പോയിട്ട് വരാം ഗൈസ്. സോ ഗൈസ് നമ്മൾ പോകുന്നു ഗൈസ്. പോവാൻ ഇങ്ങനെ റെഡിയായി വണ്ടിയൊക്കെ എടുത്ത് നിൽക്കുന്നു. ഇവിടെ എത്തി ഗൈസ്. ഇവിടെ എത്തിയപ്പോ പൊറോട്ടയില്ല, ഒള്ളി ചപ്പാത്തി. അങ്ങനെ നമ്മൾ ചപ്പാത്തി ബീഫും വിഷയം ഗൈസ്. ചപ്പാത്തി ഇല്ല, എട്ടെണ്ണേ ഉള്ളൂ. ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? എനിക്കൊന്നും പറയാനില്ല, വിശക്കുന്നുണ്ട്. എന്ത് കിട്ടിയെങ്കിൽ പോക്ക് വേണ്ട, വേണ്ട ബീഫ് എനിക്ക് പോക്ക്. നമ്മുടെ ഫുഡ് വന്നു. ഇതാണ് ഫുഡ്. എന്താണ് പറയാനുള്ളത് ഗൈസ്? താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് ഒന്നും പറയാൻ, എനിക്ക് വാഴ വരത്തിൽ തിന്നണം. തിന്നാതെ ഞാൻ വാഴ വരട്ടെ. ഇതാണ് ഞാൻ മേടിച്ചത് ഗൈസ്. അവർ ചപ്പാത്തി ബീഫ് കഴിച്ചിട്ട് വരാം ഗൈസ്. അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞു ഗൈസ്. എന്താണ്? സൂപ്പർ, വിലയോ തുച്ഛം, ഗുണമോ മിച്ചം. അതെ അതെ, നിനക്ക് എന്താണ് പറയാനുള്ളത്? എനിക്കൊന്നും പറയാനില്ല. അല്ല, വെട്ടിക്കിട്ട സാധനം വീട്ടിൽ ചെല്ലുമ്പോ ബാക്കി കാണിക്കാം. അപ്പോ ഇത് വീട്ടിൽ പോയിട്ട് കാണാം ഗൈസ്. അപ്പൊ ഗൈസ് നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞു. അതെ ഗൈസ്, എന്റെ മാസ്റ്റർ പ്ലാനും ഇവന്റെ ശക്തി കൊണ്ട് സെലിബ്രേഷൻ കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. എനിവേ താങ്ക് യു സോ മച്ച്. ഇതിനു വേണ്ടി കേക്ക് സ്പോൺസർ ചെയ്ത എന്റെ ചേച്ചിക്കും താങ്ക് യു സോ മച്ച്. ഇത്രയും നല്ല ഗംഭീരമായി അങ്ങനെ എടുത്തെടുത്ത് പറയണമെന്നില്ല, സമയമാകുമ്പോ പോവും. അടുത്ത വർഷം ഇതിലും ഗംഭീരമായിട്ട് നല്ലൊരു വേറെ ബർത്ത്ഡേ വരുന്നുണ്ട്. ഞാനത് ചോദിച്ചാലും ചാണകമൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. വേറെ പിറന്നാൾ വരുന്നുണ്ട്. നമ്മളതിനകത്ത് യൂസ് ചെയ്യുന്ന ഹാർപ്പിക്കാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അതെ അതെ. എനിവേ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഗൈസ്. സബ്സ്ക്രൈബ് ഗൈസ്. എനിക്കൊന്നും പറയാനില്ല. എന്താ നിനക്ക് പറഞ്ഞ? എനിക്കൊന്നും പറയില്ല. എനിക്ക് വന്നിട്ട് ഞാൻ പറയത്തില്ല. അവന് ഞാൻ ബർത്ത്ഡേക്ക് ഞാനിനി മന്തി മേടിച്ചു കൊടുക്കണം. സോ ബൈ, സബ്സ്ക്രൈബ് ഗൈസ്. വീണ്ടും ഇതുപോലെ അടിപൊളി വീഡിയോസ് ആയിട്ടൊക്കെ വരാം. ബൈ. ഞാൻ ഇപ്പോഴും ചെറിയ അതേ ഉള്ളൊരു വിഷയം. സോ ബൈ ഗൈസ്.